ഹായ് ഫ്രണ്ട്സ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ജനലിലൂടെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിടയ്ക്ക് ലൈവിലൊക്കെ ഈ ഒരു വ്യൂ ആണ് ഇടാം കേട്ടോ. നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. കുറച്ച് നേരം ഈ ജനലിന് പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ലൊരു കാമായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ കുടിച്ചുകൊണ്ടാണ് നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നതിന് മുന്നൊക്കെ ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചാലാണ് ഒരു എനർജി എനിക്ക് കിട്ടുള്ളൂ. എന്നിട്ട് വേണം ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കടലയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കടലയെല്ലാം കഴുകി നമ്മുടെ കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടലയെല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ഒക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് ഞാൻ കടല വേവിക്കുമ്പോൾ ഒരു പകുതി സവാള കൂടി അതിലേക്ക് ചേർക്കാറുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും ഒക്കെ ഇടാറുണ്ട് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ. അപ്പോൾ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കടല തന്നെയല്ല, വേറെ എന്തായാലും ഇപ്പോൾ ചെറുപയറാണെങ്കിലും വൻപയറാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഒരു അരമുറി സവാളയെങ്കിലും നമ്മൾ അതിലോട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ കടലക്കറിക്കൊക്കെ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അറിയാത്തവർക്കായിട്ടുള്ളൊരു അറിവായിട്ട് കരുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ തന്നെ അലക്കാനുള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ. മെഷീനിലാണ് ഇടുന്നത്. അലക്കാനുള്ളതൊക്കെ സൂപ്പ് പൊടി ഇട്ട് അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൈഡിൽ കൂടെ കഴിഞ്ഞോളും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലക്കിയ തുണികളൊക്കെ നമുക്ക് മുകളിൽ കൊണ്ടിട്ട് വിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്ര സ്പീഡിലാട്ടോ ചെയ്യുക. കാരണം ഒരു സൺഡേയിൽ ആകെ കിട്ടുള്ളൂ ജോലികളൊക്കെ തീർക്കാനായിട്ട്. പിന്നെ കുറച്ച് നേരം നമ്മുടെ ഗപ്പിക്കുട്ടന്മാരൊക്കെ ഒന്ന് കളിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഈ ഓട്ടം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മീനുകളുടെ അടുത്തൊക്കെ നിന്നു. ചിലപ്പോൾ വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ മാറ്റാറുണ്ട്. ഇന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം അടുത്ത ദിവസം തന്നെ വെള്ളം മാറ്റിയിട്ടുണ്ട്. അത് ഞാനല്ലെങ്കിൽ കുട്ടികളൊക്കെ മാറ്റിക്കോളൂ കേട്ടോ. അവർക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ താഴെ വീട്ടിൽ ഇങ്ങനെ കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. അവർ വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് അവർ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അവിടെ ഉള്ളവർ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതാണ്. 2-3 വട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വട്ടം കൊടുത്തതൊക്കെ ചത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയതാണിത്. പിന്നെ നമ്മൾ 2 കളർ ഫിഷിനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവർ രണ്ടിനെയും ഒരുമിച്ചിടാൻ പറ്റില്ല കേട്ടോ. നല്ല അടി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ബോട്ടിലാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ കപ്പിക്കുട്ടന്മാരിങ്ങനെ ഓടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. വിശന്നിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ പതിയെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഈ വെയിലൊക്കെ ഉദിച്ച് വരാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചെടിത്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പൂക്കളൊക്കെ ഒന്ന് കാണാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സൺഡേ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചെടിയിൽ ഉള്ള വിശേഷങ്ങളൊക്കെ തപ്പി നടക്കുകയാണ്. പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചമുളകൊക്കെ പറിക്കാനായിട്ട് തോന്നുന്നേ ഇല്ല കേട്ടോ. കാരണം അതായത് ഇപ്പോൾ നന്നായിട്ട് വലുതായിട്ട് തന്നെ ഈ ഒരു പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറിക്കാനേ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് ഉണങ്ങി കഴിയുമ്പോൾ അത് നമുക്ക് പാകി മുളപ്പിക്കാം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുളകൊക്കെ. അപ്പോൾ ഇതിന് ഉണ്ടമുളകെന്ന് പറയും കേട്ടോ. നമ്മുടെ കറികളിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേപ്പ്, കാന്താരി ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല കേട്ടോ. എല്ലാം ഓരോ ചെടിച്ചട്ടിയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കറ്റാർവാഴ എന്താണെന്നറിയില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മന്ദാരം. അപ്പോൾ കുട്ടീസ് രാവിലെ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊരു പ്ലേ ഗ്രൗണ്ടാണ് ഇത് കേട്ടോ. 2 പേരും രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൺഡേ ആയാലും ഇതാ പരിപാടി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് സൺഡേ മാത്രം നേരത്തെ എഴുന്നേക്കും കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും എഴുന്നേൽക്കില്ല. സൺഡേ മാത്രമേ അതിരാവിലെ എഴുന്നേക്കും കേട്ടോ 2 പേരും. എന്തിനാണെന്നറിയോ? ഈ കലാപരിപാടികൾ തുടങ്ങാനായിട്ട്.
അപ്പോൾ ഇതാണ് ട്ടോ അവരെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ ഇരുന്നിട്ട് ആണ് കളി മുഴുവനും. അപ്പോൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ, കഞ്ഞിയും കുഞ്ഞും വെച്ചൊക്കെ കളിക്കുന്നുണ്ട്. ഇനി വിശപ്പാവുമ്പോഴാണ് കയറി വരിക. അപ്പോൾ ഈ രാവിലെ സമയമായതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തോട്ട് അങ്ങനെ അധികം ഒന്നും ഇറങ്ങിയില്ല, ഇവിടെ നിന്നൊക്കെ കളിക്കുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇളയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൻ എന്നെ കളിയാക്കാണ്, അവൻ വീഡിയോയിൽ വരികയില്ല. പിന്നെ നമ്മുടെ കടലയുടെ കടല വരുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിട്ടോ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകുന്നത് വലിയ കാര്യമായിട്ട് കാണിക്കണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ സ്പീഡ് മോഡിൽ ഇട്ടിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ രാത്രി തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത ജോലിയിൽ ഞാൻ എന്തായാലും തുടങ്ങും, കാരണം എന്നാലേ എല്ലാം പെട്ടെന്ന് കഴിയുള്ളൂ കേട്ടോ. ഈ ജോലിക്കൊക്കെ പോകുന്നവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല, നമുക്ക് ആകെ ഒരു സൺഡേ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞുള്ള ടൈം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ശ്രമിക്കുക. അങ്ങനെ പണികളൊക്കെ പെട്ടെന്ന് കഴിയാനായിട്ടുള്ളൊരു ഓട്ടത്തിലാണ് കേട്ടോ രാവിലെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവുന്നിടത്തോളം അതിന് മുന്നേ തന്നെ നമ്മുടെ അലക്കും പാത്രം കഴുകലൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ നടത്തുട്ടോ ഞാൻ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ആ പാത്രം കഴുകലൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ എളുപ്പത്തിൽ കഴിയും. പിന്നെ ഈ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ആ ഒരു സിങ്കും കൂടി ഒന്ന് ക്ലീനാക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ കുട്ടീസിൻ്റെ ഇവിടെ അവരുടെ വകയുള്ള കുക്കിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇലയും പൂവൊക്കെ പറിച്ച് ഇളക്കുന്നുണ്ട്, അവരവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. എനിക്കങ്ങനെ അധികം ശല്യമൊന്നുമില്ല, എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് കളിച്ചോളും. രണ്ടുപേരും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോളും. രണ്ടുപേരും പിന്നെ ഒന്നിച്ചല്ല കളിക്കുന്നത്, രണ്ടുപേർക്കും രണ്ട് അടുക്കളയാണ് കേട്ടോ. കാരണം ഒന്നിച്ചൊരു അടുക്കളയിൽ അങ്ങനെ അധികം നേരം ഇരിക്കില്ല, അപ്പം തന്നെ അടി കൂടും. പിന്നെ കളിക്കാനുള്ള വെള്ളവും എല്ലാം ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ എൻ്റെ കാന്താരി മുളകിനെ പറിച്ച് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടു, ഒരടി കൊടുക്കണമെന്നുണ്ട് എനിക്ക്, കാരണം ഞാൻ അറിയാതെയാണ് മുളക് പറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടയ്ക്ക് കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കും എൻ്റെ മക്കൾ. കണ്ടോ, കാന്താരിയൊക്കെ പറിച്ചാണ് കറി വയ്ക്കുന്നത്, അതിനെ ഞാൻ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഞാൻ എന്താ അത് പറിച്ചേന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറി വയ്ക്കാനാണ് അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറി വെക്കാനായാലും ഞാനത് കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ നട്ട് വളർത്തിയ സാധനം വെറുതെ പിച്ചി ചീന്തി കളയാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാനത് അടുക്കളയിലിട്ട് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്ന് കളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി താളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു അരമുറി സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ വേപ്പ് അങ്ങനെ അധികമായിട്ടില്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി, നമ്മൾ കടയിൽ നിന്ന് വേപ്പില വാങ്ങിക്കുമല്ലോ, വേപ്പില വാങ്ങിക്കുമ്പോൾ ഈ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഒരാഴ്ചയ്ക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അനുഭവമുള്ളതാണ്, ഞാനിത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മൂടി വെക്കണം എന്നേ ഉള്ളൂ ഫ്രിഡ്ജിൽ കേട്ടോ, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണതിന് മുന്നേ നന്നായിട്ട് കഴുകണം കേട്ടോ. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകും കേട്ടോ. കഴുകിയതിന് ശേഷമാണ് ഇതുപോലെ ചെപ്പിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറികളൊക്കെ വെക്കണ നേരത്ത് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് വേപ്പിലിടാം. വേപ്പെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. എനിക്കും ഇതുപോലെ ഏതൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ ഒരു ടിപ്പ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ കറി താളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ഇടുകയാണെങ്കിൽ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് കടലക്കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ, അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കടലക്കറി ഇടുമ്പോൾ ഞാൻ മസാല ഏതെങ്കിലും ചേർക്കും കേട്ടോ, ഒന്നില്ലെങ്കിൽ ഗരം മസാല. ഇപ്പോൾ ഗരം മസാല വീട്ടിലില്ലെങ്കിൽ തന്നെ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ എന്തെങ്കിലും ആ ഒരു കറിയിൽ ചേർക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതും നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെന്താ, സൺഡേ ആയിട്ട്
പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും കേട്ടോ സൺഡേ. കാരണം ബാക്കി എല്ലാ ദിവസവും ഓടിച്ചാടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി. അപ്പോൾ ഇന്നൊരു ദിവസമല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സ്ലോ ആയിരിക്കും. പിന്നെന്താ, കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ഈ സൺഡേ മാത്രമായിരിക്കും കേട്ടോ. അതായത് ഇതുപോലെ ചപ്പാത്തിയൊക്കെ ചൂടുന്നത്. ബാക്കി എല്ലാ ദിവസവും എളുപ്പപ്പണികളായിരിക്കുള്ളൂ. ഉപ്പുമാവ് അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുക. പിന്നൊരു കാര്യം, എന്നെ ആകെ സൺഡേ ആണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കുട്ടികളായാലും ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ റെഡി ആയോ എന്നൊക്കെ നോക്കുന്നുണ്ട് അവർ. അപ്പോൾ കടല വെന്ത സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളിസ്ഥലത്തു നിന്ന് ഓടി വന്നിട്ടുണ്ട് കിച്ചണിലോട്ട്. അതിപ്പോൾ ഹസ്ബൻഡായാലും മക്കളായാലും അതെ കേട്ടോ, കിച്ചണിൽ എന്തെങ്കിലും വേവിക്കുന്ന സ്മെല്ലടിച്ച് അപ്പം എല്ലാവരും കിച്ചണിലെത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറി താളിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് കറി താളിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കടുകിടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, സവാളയൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഞാൻ ആ വെളിച്ചെണ്ണയിലിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേപ്പിലിരിക്കുന്നുണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിയ വേപ്പിലൊന്നും അല്ല, അത് 2-3 ദിവസമൊക്കെ ആയിട്ട് വാങ്ങിയ വേപ്പിലയാണ്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കറി തളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചപ്പാത്തി ചൂടുന്നത് നമ്മുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ സൺഡേക്ക് ഞാൻ വിളിച്ചാൽ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ. പുള്ളിയും അന്ന് ചപ്പാത്തി ചൂടാണ് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് ചപ്പാത്തിയും ഇപ്പുറത്ത് നമ്മൾ കറി താളിക്കുകയാണ് കേട്ടോ. സാധാരണ ഈ ഒരു റെഡിമെയ്ഡ് ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെന്താ, ഇപ്രാവശ്യം വാങ്ങിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചൂടാണ് ഹസ്ബൻഡ്. എന്താണെന്നാവോ എപ്പോഴൊന്നും അങ്ങനെ വിളിച്ചാൽ വരില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ. പിന്നെ ഞാൻ കൈയും കാലമൊക്കെ പിടിച്ചാലാണ് ഇടയ്ക്കൊന്ന് കിച്ചണിലോട്ടൊക്കെ കയറി വരാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മസാല ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് മസാലയിലും നിങ്ങൾക്ക് ചേർക്കാം. ബീഫ് മസാലയോ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഇതിലേതെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെന്താ, അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കറി ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഗ്രേവിയും ചാറൊക്കെ കുറച്ചിട്ടാണ് കടല എടുക്കുന്നത് കേട്ടോ. കടലക്കറിയിൽ അധികം ചാറും ഗ്രേവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം സവാളയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ കടല അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, സൺഡേ ആയിട്ട് നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ശേഷമൊക്കെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാറുണ്ട് കേട്ടോ. അതെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോയാൽ അതൊരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് ചപ്പാത്തി മുഴുവൻ ചുട്ടത് ആളാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ചപ്പാത്തിയെല്ലാം. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിൽ പോയിട്ട് തുണികളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി കഴിച്ചിട്ടേ നമ്മൾ അടുത്ത പണി തുടങ്ങുള്ളൂ കേട്ടോ. കാരണം മുകളിലൊക്കെ നല്ല വെയിലായിരിക്കും ഈ ടൈമിൽ. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് തന്നെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് തല ചുറ്റണ ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ആ ടൈം കൊണ്ട് കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 പേരും അകത്തുണ്ട്. വിശപ്പായി കഴിയുമ്പോൾ അവർ ഓടി വന്നോളും, വിളിക്കൊന്നും വേണ്ട. റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഈ കറിയുടെ സ്മെല്ലൊക്കെ കിട്ടുമല്ലോ അവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ തുണികളൊക്കെ ആയിട്ട് മുകളിലായിട്ട് പോയിട്ടാ. അപ്പോൾ നല്ല വെയിലായിട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ക്രീനിലോട്ട് നോക്കാൻ പോലും പറ്റില്ല, കാരണം അത്ര വെയിലുണ്ട്. പെട്ടെന്ന് തന്നെ വിരിച്ചിട്ട് പെട്ടെന്ന് ഓടി താഴെ എത്താനുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല വെയിൽ കേട്ടോ. സാധാരണ ഞാൻ സാറ്റർഡേ അല്ലെങ്കിൽ നമ്മുടെ ശനിയാഴ്ച അലക്കി കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ കൊണ്ടിടാറാണ് പതിവ്. കാരണം വെയിലിന് മുന്നേ തന്നെ തുണികൾ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെയിലിൽ നിന്ന് രക്ഷപ്പെടാം.
പിന്നെ ആകെ ഒരു വെയിലുള്ളുന്ന ദിവസം സൺഡേ ആണല്ലോ. സൺഡേ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഓട്ടത്തിലാണ് കേട്ടോ. തുണികളൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട് താഴോട്ട് ഓടാനുള്ളൊരു ഓട്ടപ്പാച്ചിലിൽ നിൽക്കുകയാണ്. വെയിലധികം കൊണ്ടാലും പെട്ടെന്ന് ചിലപ്പോൾ കോൾഡും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ ഇരുന്ന് കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഈ തുണികളൊക്കെ വിരിക്കാനായിട്ട് മുകളിലേക്ക് കയറി വരാറുണ്ട് കേട്ടോ 2 പേരും. നമുക്ക് താഴെ തുണി വിരിക്കാനുള്ള സൗകര്യമില്ല കേട്ടോ. മുകളിൽ തന്നെ കൊണ്ടുവരണം. എന്തായാലും കുഴപ്പമില്ല, മഴയൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, തുണികൾ അവിടെ കിടന്നോളും. രാവിലെ കൊണ്ടിട്ടാൽ ഒരു ഉച്ച അല്ലെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മുകളിലോട്ട് കയറിയാൽ മതി. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായക്ക് കുടി കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ, മഞ്ഞുമ്മൽ പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പെരുന്നാൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ഞുമ്മൽ പള്ളിയിൽ നമ്മളത് മിസ്സാക്കാറില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ വരാറുണ്ട്. അങ്ങനെ ഇവന്മാർ മെയിനായിട്ട് വരുന്നത് ഈ കളിപ്പാട്ടം വാങ്ങിക്കാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കളിപ്പാട്ടമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ബബിൾസിൻ്റെയാണ് അവൻ വാങ്ങിയിരിക്കുന്നത്. 2 പേരും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മോളുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ തന്നെ ഉണ്ടാക്കിയൊരു പേഴ്സാണ് കേട്ടോ. അതിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റി പൈസയാണ് കേട്ടോ. അപ്പോൾ അവളും എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടിൽ ഒത്തിരി നേരം കളിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ. അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് തിരക്കില്ലാത്ത സ്ഥലം നോക്കി കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ട്, കളിപ്പാട്ടമൊക്കെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കാര്യമായിട്ടൊന്നും വേറെ വാങ്ങിയിട്ടില്ല കേട്ടോ. കഴിക്കാനൊക്കെ ഉള്ളൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഏറ്റവും അധികം ചിലവുള്ളത് നമ്മുടെ പള്ളിപ്പെരുന്നാളിന് കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ.